ഗണപതി ഭഗവാനെ ഉപാസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാര്യങ്ങൾ നിർവിഘ്നം നടത്തുന്നതിനും കാര്യങ്ങൾ വിഘ്നം വരുത്തുന്നതിനും കഴിവുള്ളവനും അറിവിന്റെ ദേവനും ആണ് ഗണപതി. ഈ ഉപാസനമൂർത്തിയുടെ വാഹനം എലിയാണ്. ശുഭകാര്യങ്ങളുടെ അവിഘ്ന പരിസമാപ്തിക്കായി ഗണപതിയെയാണ് സകലരും പൂജിക്കുന്നത്. വിദ്യയുടെ അധിഷ്ഠാന ദേവത ആയതുകൊണ്ടാണ് വിദ്യാരംഭത്തിനു മുമ്പ് ഹരിശ്രീ ഗണപതായേ നമഃ എന്ന് ചൊല്ലി ഗണപതിയെ നമിക്കുന്നത്. എല്ലാ വൈദിക താന്ത്രിക കർമ്മങ്ങളും ഗണപതി നിവേദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. വിഗ്രഹ ശാസ്ത്ര ഗ്രന്ഥത്തിൽ ഗണപതിക്ക് പല രൂപങ്ങൾ പറയുന്നുണ്ട്. വിനായകൻ, ഗണാധീശൻ, വിഘ്നേശ്വരൻ, പ്രമദാധിപൻ, ഗണേശൻ, ബീജ ഗണപതി, ഹേരമ്പൻ, വക്രതുണ്ടൻ, ബാലഗണപതി, ഭക്തി വിഘ്നേശ്വരൻ, ശക്തി ഗണേശൻ എന്നിങ്ങനെ ധാരാളം പേരുകളിൽ ഗണപതി അറിയപ്പെടുന്നു. വിവിധ രീതിയിലുള്ള ഗണപതിയുടെ വിഗ്രഹങ്ങളും പ്രചാരത്തിലുണ്ട്. തുമ്പിക്കൈ ഇടത്തോട്ട് വിരിഞ്ഞു കാണുന്ന വിഗ്രഹങ്ങളെ ഇടം പിരിയനെന്നും വലത്തോട്ട് വിരിഞ്ഞു കാണുന്നതിനെ വലം പിരിയനെന്നും പറയുന്നു. ശക്തി ഗണപതിയുടെ വിഗ്രഹത്തിൽ ശരീരഭാഗം സ്ത്രീ രൂപത്തിലുള്ളതായി കാണപ്പെടുന്നു. ഗണപതിയുടെ ഓരോ ഭാവത്തെയും ആരാധിക്കുന്നത് കൊണ്ട് പ്രത്യേക ഫലങ്ങൾ ലഭിക്കുന്നു. ബാലഗണപതിയെ ആരാധിക്കുന്നതിലൂടെ അഭീഷ്ട സിദ്ധിയും, വീരഗണപതിയിലൂടെ ശത്രുനാശവും, ഉച്ഛിഷ്ട ഗണപതിയിലൂടെ വ്യവഹാര വിജയം, ബിസിനസ് വിജയം എന്നിവയും, ശക്തി ഗണപതിയിലൂടെ ഭയമോചനം, വശ്യം, സമൃദ്ധി എന്നിവയും, ലക്ഷ്മി വിനായകനിലൂടെ ഐശ്വര്യം, സമ്പത്ത്, വശ്യം എന്നിവയും ലഭിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനും ക്ഷിപ്ര ഗണപതിയെ ആരാധിക്കുന്നു. വിഘ്ന നിവാരണത്തിനും ബാധശാന്തിക്കുമായി വിഘ്ന ഗണപതിയെയും സർവാഭീഷ്ട സിദ്ധി, വിജയം എന്നിവയ്ക്കായി മഹാഗണപതിയെയുമാണ് ആരാധിക്കേണ്ടത്. സ്ത്രീകൾ സന്താന ലബ്ധിക്കായി ഹരിദ്ര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ദുഃഖവിമോചനത്തിനായി സങ്കടഹര ഗണപതിയെയും ഋണനിർവഹണത്തിനായി ഋണമോചന ഗണപതിയെയും ആരാധിക്കുന്നു. ലോകവശ്യത്തിനായി ത്രൈലോക്യ മോഹന ഗണപതിയെയും ആഗ്രഹ സാഫല്യം, മന്ത്രസിദ്ധി എന്നിവയ്ക്കായി സിദ്ധി ഗണപതിയെയും ആരാധിക്കുന്നു. അപ്പം, അട, മോദകം എന്നിവയാണ് ഗണപതിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിന് ഗണപതിയുടെ നടയിൽ തേങ്ങ അടിക്കുന്ന പതിവുണ്ട്. നാളികേരം ഛിന്നഭിന്നമാകുന്നതോടെ പ്രതിബന്ധങ്ങളും നീങ്ങും. ഏത്തമിടലും ഗണപതി നടയിൽ നടത്തുന്ന ഒരു ആരാധന രീതിയാണ്. ഗണപതിയെ ആരാധിക്കുന്നതിന് മാത്രമാണ് ഏത്തമിടൽ നടത്തുക. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്ന് ഗണപതി ഹോമം, മറ്റ് ഗണപതി പൂജകൾ തുടങ്ങിയവ നടത്തുന്നത് അതിവിശേഷവുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.